തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. ബൈബിളിലാണെങ്കിൽ ദൈവത്തെ കുശവനോട് ഉപമിക്കാറുണ്ട്. ദൈവം കുശവനും മനുഷ്യർ കളിമണ്ണുമാണെന്ന്. കുശവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നത് പോലെ ദൈവം തനിക്കിഷ്ടപ്പെട്ട രൂപത്തിൽ മനുഷ്യർക്ക് രൂപം കൊടുക്കുന്നു എന്നാണ് ചിന്ത. ദൈവം നമ്മുടെ സൃഷ്ടാവാണെങ്കിൽ ദൈവത്തിന് തീർച്ചയായിട്ടും നമ്മളെ പുനഃസൃഷ്ടിക്കാനാവും. പല മനുഷ്യരും നിരാശയോടെ കഴിയാറുണ്ട്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, ജീവിതാവസ്ഥകൾ, സാഹചര്യങ്ങൾ അവരെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നതായി തോന്നാറുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതി, ദൈവം നമ്മുടെ സ്രഷ്ടാവാണെങ്കിൽ ദൈവത്തിന് നമ്മളെ പുനഃസൃഷ്ടിക്കാനാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചാൽ മതി, ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ദൈവത്തിന് നമ്മളെ വീണ്ടും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രൂപം നൽകി പുനഃസൃഷ്ടിക്കാനാവും. ബൈബിളിൽ എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അസ്ഥികൂമ്പാരങ്ങളോട് പ്രവാചകൻ എസക്കിയേൽ വചനം പ്രഘോഷിക്കുമ്പോൾ അസ്ഥികൂമ്പാരങ്ങളെല്ലാം ഓടിക്കൂടി മനുഷ്യരൂപം പ്രാപിക്കുന്നു. വലിയൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രവാചകൻ ജനങ്ങൾക്ക് കൊടുത്ത ഒരു പ്രത്യാശയാണ്. അസ്ഥികൂമ്പാരങ്ങളെപ്പോലെ നാശത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ പോലും ദൈവത്തിന് വീണ്ടും പുനഃസൃഷ്ടിച്ച് ജീവൻ പകരാനും പ്രത്യാശ പകരാനും സാധിക്കും എന്നുള്ള വലിയൊരു ചിത്രമാണ് പ്രവാചകൻ നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതവസ്ഥയിലായാലും, നിരാശയിലൂടെയും തകർച്ചയിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയണം. നമ്മുടെ സ്രഷ്ടാവ് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളെ പുനഃസൃഷ്ടിക്കാനാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.